സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലൂടെ നടപ്പാക്കുന്ന സർക്കാർ ധനസഹായ പദ്ധതികളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെയും വരും വീഡിയോകളിലൂടെയും വിശദമാക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള 2 ധനസഹായ പദ്ധതികളെക്കുറിച്ചാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആ 2 ധനസഹായ പദ്ധതികൾ ഏതാണെന്ന് നോക്കാം. 1. ജനനി ശിശു സുരക്ഷാ കാര്യക്രമം JSSK അഥവാ അമ്മയും കുഞ്ഞും പദ്ധതി. 2. ജനനി സുരക്ഷാ യോജന JSY എന്നീ 2 പദ്ധതികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പദ്ധതിയായ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം JSSK അഥവാ അമ്മയും കുഞ്ഞും പദ്ധതി എന്താണെന്ന് നോക്കാം. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികളും 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളുമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഈ പദ്ധതി വഴിയുള്ള സേവനങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവകാശമായി പരിഗണിക്കുന്നു. അടുത്തതായി അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ ഗർഭിണികൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സൗജന്യ പ്രസവ ചികിത്സ, സൗജന്യ സിസേറിയൻ. 2. സൗജന്യ മരുന്നുകളും സൗജന്യ പരിശോധനയും. 3. സൗജന്യ താമസവും ഭക്ഷണവും. സാധാരണ പ്രസവത്തിന് 3 ദിവസം, സിസേറിയന് 7 ദിവസവുമായിരിക്കും. 4. സൗജന്യ രക്തദാനം. 5. പ്രസവത്തിനായി ആശുപത്രിയിലേക്കും പ്രസവാനന്തരം വീട്ടിലേക്കും റഫർ ചെയ്യുമ്പോഴും സൗജന്യ യാത്രാ സൗകര്യം. 6. എല്ലാ ആശുപത്രി ചെലവുകളും OP ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ സൗജന്യമായിരിക്കും. 7. പ്രസവാനന്തരം 42 ദിവസം വരെ ചികിത്സാ ചെലവും സൗജന്യമായിരിക്കും. അമ്മയും കുഞ്ഞും പദ്ധതി വഴി ഇത്രയും അവകാശങ്ങളാണ് ഗർഭിണികൾക്ക് ലഭിക്കുന്നത്. ഇനി ജനിച്ച് 30 ദിവസം വരെ നവജാത ശിശുക്കൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. 1. മരുന്നുകളും മറ്റു പരിശോധനകളും ചികിത്സാ സൗകര്യങ്ങളും എല്ലാം തന്നെ സൗജന്യമായിരിക്കും. 2. വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും റഫർ ചെയ്യുമ്പോൾ മറ്റ് ആശുപത്രികളിലേക്കും തിരിച്ച് വീട്ടിലേക്കും സൗജന്യ യാത്രയായിരിക്കും. ഇത്രയും അവകാശങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ ഗർഭിണികൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ NHM ഹെൽത്ത് സർവീസസ് ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം. ഫോൺ നമ്പറും ചുവടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്താൽ അമ്മയും കുഞ്ഞും പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള 2ാമത്തെ സർക്കാർ ധനസഹായ പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മാതൃമരണവും ശിശുമരണവും കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന അഥവാ JSY എന്ന് പറയുന്നത്. BPL കുടുംബങ്ങളിലെ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികളാണ് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്ന ധനസഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇവരെ കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഗർഭിണികൾക്കും BPL സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും ജനനി സുരക്ഷാ യോജന എന്ന പദ്ധതിയുടെ ഈ സേവനം ലഭ്യമാണ്. സർക്കാർ ആശുപത്രികളിലെയും പ്രത്യേക അംഗീകാരം നൽകിയ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും പ്രസവങ്ങൾക്കാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത്. അതിനായി നമ്മൾ സർക്കാർ ആശുപത്രികളിൽ ആശുപത്രി സൂപ്രണ്ടിൽ നിന്നോ ചാർജ് മെഡിക്കൽ ഓഫീസറിൽ നിന്നോ ചെക്ക് കൈപ്പറ്റണം. അംഗീകൃത സ്വകാര്യ ആശുപത്രിയുടെ കാര്യത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ് ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നിവ ഹാജരാക്കി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ കോർഡിനേറ്ററിൽ നിന്ന് ചെക്ക് കൈപ്പറ്റണം. നഗരങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾക്ക് 600 രൂപ വെച്ചും ഗ്രാമങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾക്ക് 700 രൂപ വെച്ചും ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നു. ഇതുകൂടാതെ സാമ്പത്തിക നില പരിഗണിക്കാതെ പട്ടികജാതി പട്ടികവർഗങ്ങളിൽപ്പെടുന്ന എല്ലാ അമ്മമാർക്കും 500 രൂപ വീട്ടിൽ വെച്ചുള്ള പ്രസവങ്ങൾക്കും നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ജനനി സുരക്ഷാ യോജന എന്ന ധനസഹായ പദ്ധതിയിലൂടെ പറയാനുള്ളത്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള 2 ധനസഹായ പദ്ധതിയെപ്പറ്റിയാണ് ഇന്ന് സംസാരിച്ചത്. അമ്മയും കുഞ്ഞും പദ്ധതിയും ജനനി സുരക്ഷാ യോജനയും 2 പദ്ധതിയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സർക്കാർ ധനസഹായ പദ്ധതിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.